എങ്ങോട്ടാ? സബ് ജയിലിലേക്കാ. അച്ഛനെ ഒന്ന് കാണണം. ഞാനും വരുന്നുണ്ട്. എന്റെ കഥാഗതി ഞാൻ അറിയാതെ ഇവൻ ഇങ്ങനെ പോയാൽ ഉടൻ തന്നെ വാസന്തി ഇവനെ അരിവാളം കൊണ്ട് மல்லிப்பூவா வச்சுங்க உங்களுக்கு அழகா இருக்கும். തനിക്കിപ്പോ എന്താ വേണ്ടേ? ஒரே பிரீத்திங் ப்ராப்ளமா இருக்கு. கொஞ்சம் ஆக்சிஜன் கிடைக்குமா? ഞാൻ SI രവീന്ദ്രൻ. CI സാർ വിളിക്കുന്നുണ്ട്. ഞാൻ അച്ഛനെ കാണാൻ സബ് ജയിലിലേക്ക് പോവാ. വന്നിട്ട് പോയാ മതി. വാടി. വരാൻ. സാറേ എന്ത് തോന്നിയ കാണിക്കുന്നത്? നടക്കടി ഇങ്ങോട്ട്. വാടി. பொண்ணுங்க மேல கைய வைக்கிற പിടിച്ച് കെട്ടണം അവനെ. நீங்க உள்ள போங்க. നിന്നെ എടുത്തോളാം. താൻ എന്ത് പണിയാണോ കാണിച്ചത്? പോലീസുകാരാണോ തല്ലുന്നത്? போலீஸ் ഒരു പോലീസുകാരാ? ராஜனன் மட்டும் எனக்கு தெரிஞ்சிருந்தா எனக்கு காலி பண்ணிடுவாரு. எந்த பிரச்சனை பண்ணக்கூடாதுன்னு சொல்லி தான் இங்க அனுப்புனாரு. എന്റെ മോനെ ആ CI വരുന്നതിന് മുമ്പ് നാട് പിടിക്കാൻ നോക്ക്. അയാളെ ഇടികൊണ്ട എല്ല് വെള്ളമായി പോവും. നീയാണോടാ പോലീസുകാരെ തല്ലിയത്? ஆமா சார். നീ എന്തിനാ പോലീസുകാരെ തല്ലിയത്? சாரி சார், தெரியாம பண்ணிட்டேன். ஆளு மாறி போய். അപ്പൊ നീ തല്ലാൻ തന്നെ ഇറങ്ങിയതാ? ആള് മാറിപ്പോയെന്നേ ഉള്ളൂ. ഇല്ലടാ. എന്തിനാ ഇങ്ങനെ തല്ലുന്നത്? சொன்ன கேளுங்க சார். வேணாம் சார். നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് പോലീസുകാരെ തല്ലിയില്ലേ? ഇനി അയാളെ തല്ലരുത്. അയാൾ ചത്തുപോകും. അയാൾ മാപ്പ് പറഞ്ഞല്ലോ, പിന്നെന്താ? ഇടയ്ക്ക് കയറി വരരുത് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? ബാക്കി ഞാൻ സ്റ്റേഷനിൽ ചെന്നിട്ട് തരടാ. കൃഷ്ണമാമയെ കുടിക്കുന്നതുപോലെ ഇല്ലാത്ത കേസൊക്കെ കെട്ടിവെച്ച് ചിന്നനെയും ആ CI പൂട്ടിക്കിട്ടും. ഇരുട്ടിന്റെ ആയുസ് സൂര്യൻ ഉദിക്കുന്നവരെ ഉള്ളൂ മനോഹര. എന്റെ മകന്റെ വാഹന വ്യൂഹം മധുരയിൽ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞു. ഇനി അവന്റെ കളിയാ സംഹാര താണ്ഡവം.
എന്റെ നോവലിന് സംഭവ ബഹുലമാവും. രാജാ return! കായൽ തിരകളെ ഓളം തല്ലിച്ചുകൊണ്ട് കടന്നു വരുന്ന രാജയുടെ പടക്കപ്പലുകൾ. മുൻനിരയിലെ പടക്കപ്പലുകളിൽ ഒന്നിൽ നിന്നും പ്രൗഢഗംഭീരനായി മധുര മനോജ്ഞ മനോഹരനായി വലതുകാൽ വെച്ചിറങ്ങുന്ന പടനായകൻ മധുര രാജ. നീ അങ്ങ് ക്ഷീണിച്ചു പോയല്ലോടാ മോനെ. സങ്കടം കൊണ്ടോ അച്ഛാ? ഐ എം വെരി ഡിസപ്പോയിന്റഡ്, സാഡ്. വൈ? അച്ഛൻ എവിടെയെങ്കിലും പോയി പ്രശ്നം ഉണ്ടാക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷെ ഈ വണ്ടി വരാത്ത കാട്ടുമുക്കിൽ നിന്നും പോയി പ്രശ്നം ഉണ്ടാക്കല്ലേ അച്ഛാ? അതെന്താ? അച്ഛൻ അറിയോ, മധുരയിൽ നിന്ന് എന്റെ കൂടെ വന്ന 40 ഇന്നോവ കാറുകൾ ആ കായലിനക്കരെ ഒരു ഗ്രൗണ്ട് വാടകയ്ക്ക് എടുത്ത് ഞാൻ പാർക്ക് ചെയ്തിരിക്കുക. നോ ബ്രിഡ്ജ്, നോ വേ. ഞാൻ തകർന്നു പോയി അച്ഛാ, തകർന്നു പോയി. പക്ഷെ അണ്ണം വിട്ടുകൊടുത്തില്ല. അക്കരെ 4 മണിക്കൂർ വെയിറ്റ് ചെയ്ത് കേരളത്തിലെ സകലമാന സ്പീഡ് ബോട്ടുകളെ മരിച്ചിട്ടാ അണ്ണനും ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. വെരി വെരി മണി സ്പെൻഡ്. മണി കം ടുഡേ, മണി ഗോ ടുമോറോ. ബട്ട് കാറില്ലെങ്കിൽ എന്താ, പടക്കപ്പലുകൾ ഉണ്ടല്ലോ. മിസ്റ്റർ നോവലിസ്റ്റ്, വാട്ട് ഈസ് ദി സ്റ്റോറി? എന്താ ഇത് കഥ? ഈ ഞാൻ ഈ കൂട്ടത്തിൽ കയറി കഥയുടെ ഒരു ഗതി അറിയാനായിട്ട്. ഓ, മോനെ, നിന്റെ കൃഷ്ണമ്മാമയെ ഇതുവരെ ഇറക്കാൻ പറ്റിയിട്ടില്ല. വാട്ട് ഫാദർ? കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞാൻ മധുരയിൽ റിലാക്സ് ചെയ്യായിരുന്നു എന്നാണോ ഫാദർ വിചാരിക്കുന്നത്? വക്കീലേ, കൃഷ്ണ, നീ ഇതെങ്ങനെ സാധിച്ചടാ മോനെ? കേസ് പഠിച്ചു വന്നപ്പോഴേ എനിക്ക് മനസ്സിലായത് ഇത് പണിയാണ്. എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചപ്പോ നമ്മുടെ ഈ കമ്പനി വക്കീൽ പറഞ്ഞു ഡൽഹിയിൽ ഒരു സിംഹം ഉണ്ടെന്ന്. ഉടനെ ആയിക്കോൾ ആരെ? അഡ്വക്കേറ്റ് നന്ദഗോപാൽ മാരാർ. ആദ്യം പുള്ളിക്കാരത്തിൽ ജാടയൊക്കെ ഉണ്ടായിരുന്നു, വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ ആരും നോക്കിയില്ല, ഇംഗ്ലീഷിൽ അങ്ങോട്ട് വാരി വെതറി കൊടുത്തില്ലേ. മിസ്റ്റർ മാരാർ, ഐ രാജ നീഡ് ഹെൽപ്പ്. മൈ മാമ ഇൻ സെൻട്രൽ ജയിൽ. യു കം കൊച്ചി, ടേക്ക് മർഡർ കേസ് ആൻഡ് റിലീസ് മൈ മാമ. എന്റെ ഇംഗ്ലീഷ് കേട്ട് മാരാർ ഞെട്ടി. അടുത്ത ഫ്ലൈറ്റ് പിടിച്ചു വന്നില്ലേ? വരണമല്ലോ. നേരെ വന്ന് കോടതിയിലോട്ട് കയറി മാരാർ ഒരു കലക്കങ്ങോട്ട്. മാരാർ ക്രോസ് ചെയ്ത് വന്നപ്പോഴേ കാര്യം മനസ്സിലായത്, നമ്മുടെ ഉടുമ്പുവാസിനും ഡ്രൈവിംഗും അറിയില്ല, ഡ്രൈവിംഗ് ലൈസൻസും ഇല്ല. ഹൗ കാൻ സംവൺ കിൽ വിത്തൗട്ട് നോളജ് ഓഫ് ഡ്രൈവിംഗ്? ഡ്രൈവിംഗ് അറിയാത്ത ഒരുത്തන ഒരാളെ എങ്ങനെ വണ്ടി കയറ്റിക്കൊല്ലുമെന്ന് മാരാർ ഒറ്റ ചോദ്യമാ. ജഡ്ജി ബോധം കെട്ടി വീണു. അപ്പൊ തന്നെ അടിച്ച് ജാമ്യം കൊടുത്തു. ഭാഗ്യം. എന്തായാലും പുറത്തിറങ്ങിയല്ലോ. അല്ല, എവിടെ ചിന്ന ചിന്ന വേറെ ചിന്ന? അവനെ ആ CI കേസിപ്പെടുത്തി സ്റ്റേഷനിൽ പിടിച്ചു വെച്ചിരിക്കുക. ഫാദർ, വാട്ട് ഈസ് ദിസ് യു ടോക്കിംഗ്? ഒരാൾ ഇറങ്ങിയപ്പോ മറ്റേ ആൾ കയറിയോ? അവനെ ആ CI കണ്ടവാനം തല്ലി. തല്ലിയോ? ആ. അണ്ണാ, നമുക്ക് ആ CA പോലീസ് സ്റ്റേഷനിലേക്ക് ബോംബ് വെച്ച് തകർത്താലോ? എടാ പൊണ്ണ, ചിന്നൻ അതിനകത്ത് കിടക്കല്ലേ, ബോംബ് വെച്ച് തകർത്ത് അവന് മരിക്കില്ലേ? വേണ്ട എന്തിരു, ഇലക്ഷൻ കഴിയുന്നവരെ ഒരു വയലൻസും പറ്റില്ല. ഇലക്ഷനോ? രാജണ്ണ മധുരയിലെ MLA ആയിട്ട് മത്സരിക്കാൻ പോവാ. ആണോടാ കുഞ്ഞ്? അത് ഫാദർ, അമ്മ മരിച്ചതിന് ശേഷം. ആരുടെ അമ്മയല്ല, പുരക്ഷി തലവി ജയലളിത. അമ്മ മരിച്ചതിന് ശേഷം തമിഴ്നാട്ടിൽ ശക്തനായ ഒരു നേതാവിന്റെ കുറവുണ്ട്. ഐ വെരി 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 തോട്ട് വാട്ട് ടു ഡു. Then I reached a decision. ഒരു പുതിയ പാർട്ടി ഉണ്ടാക്കുക. ആ പാർട്ടിയാണ് തെന്നിന്ത്യൻ മക്കൾ കഴകം. ഞാൻ തന്നെ പ്രസിഡന്റ്, ഞാൻ തന്നെ സെക്രട്ടറി. അതുകൊണ്ട് നമ്മുടെ കമ്പനി വക്കീൽ പറഞ്ഞു, ഇലക്ഷൻ ആയതുകൊണ്ട് നോ ഫൈറ്റ്, നോ വയലൻസ്, ഓൺലി കോംപ്രമൈസ്. സോ അടിപിടി നോട്ട് വാക്കിംഗ്. ഒരു കോംപ്രമൈസ് ടോക്ക് ആവാം. പോത്താ